മനുഷ്യർക്ക് ആശ്വാസവും ധൈര്യവും പകർന്നു നൽകാൻ അമ്മയ്ക്ക് കഴിയുന്നു. ഒരു കാര്യത്തിൽ ഞാനിപ്പോൾ അഭിമാനിക്കുകയാണ്. അമ്മ എല്ലാവർക്കും ആലിംഗനം കൊടുത്തപ്പോൾ എനിക്കും ഒരു ആലിംഗനം തന്നു. പക്ഷെ ആദ്യമായി ഒരാൾ അമ്മയ്ക്ക് തിരിച്ചൊരു ആലിംഗനം കൊടുത്തത് ഞാനാണെന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, ദുരിതാശ്വാസം തുടങ്ങി സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ കൈത്താങ്ങാകാൻ അമൃതാനന്ദമയി മഠം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്ലാഘനീയമാണ്. നമ്മുടെ നാടിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഈ പ്രവർത്തനങ്ങളിലൂടെ അമ്മ കേരളത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളെ ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഈ വേളയിൽ ഇവിടെ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ചരിത്രപരമായ മുഹൂർത്തം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അമ്മ ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ പ്രസംഗിച്ചതിൻ്റെ 25ാമത് വാർഷികമാണ് ഇന്ന് ഇവിടെ കടന്നുപോയത്. അമ്മയ്ക്ക് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു, അഭിനന്ദനം അർപ്പിക്കുന്നു. മലയാളിക്ക് വേണ്ടിയും മലയാളത്തിന് വേണ്ടിയും എല്ലാ ഭാവുകങ്ങളും അമ്മയ്ക്ക് ഞാൻ നേരുകയാണ്. ആ പ്രസംഗം അത് പൂർണ്ണരൂപത്തിൽ ഇവിടെ കാണിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് അത് കാണാതിരിക്കരുത്. ആ പ്രസംഗം ഞാൻ പൂർണ്ണമായി കേട്ട ഒരാളാണ്. ലോകസമാധാനത്തെക്കുറിച്ചും മാനവീയതയെക്കുറിച്ചും അമ്മയുടെ ഉത്കൃഷ്ടമായ ചിന്തകൾ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ ആഗോളവേദിയിൽ മുഴങ്ങിക്കേട്ടത് ഓരോ മലയാളിക്കും അഭിമാനമായ നിമിഷമായിട്ടാണ് ഞാനതിനെ കണ്ടത്. നമ്മുടെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെ ശക്തി ലോകത്തിന് മുമ്പിൽ തെളിയിക്കാൻ ആ പ്രസംഗം നിമിത്തമായി. പലപ്പോഴും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ജീവിത രീതിയെയും നമ്മുടെ ശൈലിയെയും നമ്മുടെ ഭാഷയും വിസ്മരിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല സന്ദേശമാണ് അമ്മ ആദ്യമായി ലോകത്ത് മലയാളത്തിൽ നടത്തിയ പ്രസംഗം എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മലയാള ഭാഷയുടെ മഹിമ ലോകത്തിൻ്റെ നിറയിലെത്തിച്ച ഈ മഹാവ്യക്തിത്വത്തിന് ഈ ചരിത്രപരമായ നിമിഷത്തിൻ്റെ വാർഷികത്തിൽ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ആദരം ഞാനിവിടെ സമർപ്പിക്കുന്നു. ഇത് കേവലം ഒരു ആദരവല്ല, മറിച്ച് ആത്മീയതയിലൂടെ സാംസ്കാരികമായ ഉണർവ് ലോകത്തിന് നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.